ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളിൽ അവർ പൊക്കം വെക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. പ്രധാനമായിട്ടും ഒരു കുട്ടിക്ക് പൊക്കം വെക്കുന്നത് പാരമ്പര്യം അല്ലെങ്കിൽ ജനറ്റിക് ഘടകങ്ങൾ കൂടെയാണ്. അപ്പോൾ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന ജീൻസിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് എത്ര പൊക്കം എന്നുള്ളത് ഒരു 80% അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ചില ചെറിയ കണക്കുകൂട്ടലുകളിലൂടെ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പൊക്കം എടുത്തിട്ട് അതിൻ്റെ ശരാശരി എടുത്ത് നോക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ 6.5 സെൻറ്റിമീറ്റർ കൂട്ടുന്നു, പെൺകുട്ടിയാണെങ്കിൽ 6 സെൻറ്റിമീറ്റർ കുറയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 18 വയസ്സാകുമ്പോൾ ഈ കുട്ടിക്ക് എത്രത്തോളം പൊക്കം വരാമെന്നുള്ളൊരു ഏകദേശ കണക്ക് ഡോക്ടർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ ചെയ്യാം. പക്ഷേ പാരമ്പര്യമായ ഘടകങ്ങൾ മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതിയിലുള്ള ഘടകങ്ങൾ, അതുപോലെ തന്നെ പോഷകാഹാരത്തിലുള്ള കുറവുകൾ, വൈറ്റമിൻ ഡി, മൈക്രോ ന്യൂട്രിയൻസ്, ധാതുക്കൾ, ഇതിൻ്റെയൊക്കെ കുറവെല്ലാം പൊക്കം വയ്ക്കുന്നതിനെ ബാധിക്കും. പ്രസവകാലത്ത് അമ്മയുടെ ന്യൂട്രീഷൻ മോശമായിരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് ചില അസുഖങ്ങളുണ്ടായിരുന്നെങ്കിലും കുട്ടിയുടെ ഫൈനൽ പൊക്കത്തിനെ 18 വയസ്സാകുമ്പോഴുള്ള പൊക്കത്തിനെ ബാധിച്ചേക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ളത് ചില ഹോർമോണുകൾ. അതിലേറ്റവും പ്രധാനം വളർച്ചയുടെ ഹോർമോണാണ് പൊക്കത്തിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണും റീപ്രൊഡക്റ്റീവ് സെക്സ് ഹോർമോൺസും ബാധിക്കും. എപ്പോൾ പ്രായപൂർത്തിയാവുന്നു അല്ലെങ്കിൽ മെച്യൂരിറ്റി എത്തുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വളർച്ച നിൽക്കുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ നേരത്തെ വരുന്ന പ്യൂബേർട്ടി, താമസിച്ച് വരുന്ന പ്യൂബേർട്ടി, ഇത് രണ്ടും ഹൈറ്റിനെ ബാധിക്കും. ചിട്ടയായിട്ട് ഗ്രോത്ത് ചാർട്ടുകളിൽ കൂടെ അളന്ന് ഈ കുട്ടി വളരുന്നത് നേരെയാണെന്നോ എന്ന് നോക്കി പരിശോധിക്കുന്നതാണ് ആക്ച്വലി വളർച്ചയുടെ ഏറ്റവും വലിയൊരു അളവുകോൽ. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെയോ അതിന് ട്രെയിനിങ് ലഭിച്ച ഡോക്ടറെയോ കാണിച്ചാൽ ആ വളർച്ച കുറവുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമുക്ക് വളരെ നേരത്തെ തന്നെ ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നതാണ്.